എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പം വളരെയധികം ഞെട്ടിപ്പോയി. സത്യത്തിൽ ഒരു മടൽ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കൈവാക്കിന് അങ്ങനെ നിന്നിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പൊട്ടിച്ചാനെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, പെൺപിള്ളേരെ വീട്ടിൽ വളർത്തുമ്പോഴുണ്ടല്ലോ കുറച്ച് നാണവും മാനവും മര്യാദയുമായിട്ട് വളർത്തണം. നമ്മൾ പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ നല്ല അടിച്ച് തെളിച്ച് തന്നെ മക്കളെ വളർത്തണം എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും ഇതുപോലെയുള്ള ഓരോ എണ്ണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും മൊത്തം നാണം കെട്ട പിഴച്ച ജന്മങ്ങളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും ഇത്രയധികം എനിക്ക് ദേഷ്യം വരാനുണ്ടായ ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. കണ്ടില്ലേ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ആ ഒരു പെണ്ണിന്റെ വസ്ത്രധാരണം എന്ന് പറഞ്ഞത്. ശരിക്കും ആ ഒരു ഇത്തിരി പോലും ഉള്ള അതും കൂടി അങ്ങ് വലിച്ചു കീറിയങ്ങ് കളയണമെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. എന്തിനാണ് രണ്ട് കൈ കൊണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അതും ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള മെയിൻ റോഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇവളുമാരെയൊക്കെ എന്താ ചെയ്യാം? മടല് വെട്ടി ചന്ത് വഴി ആറഞ്ഞ് പിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തന്നെയായിരിക്കും പറയാനായിട്ട് തോന്നുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല. ശരിക്കും ഇന്നത്തെ തലമുറകൾ മാത്രം എന്താ ഇങ്ങനെ നാണം കെട്ട പരീക്ഷകളായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്ന് കരുതി ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുഴുക്കുത്തുകളൊക്കെ കാണില്ലേ, അതുപോലെയാണ് ഇതുപോലെ കുറെ കീടങ്ങൾ. ഇതിനെയൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് റോഡിൽ നിന്നിട്ടും രണ്ടെണ്ണം പൊട്ടിക്കാൻ ആർക്കും കൈയില്ലാത്തതിൽ എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ടുള്ള പുച്ഛം തോന്നുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ വന്ന് ഇതുപോലെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ, എനിക്ക് കൈയില്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു കൈ വച്ച് കെട്ടിയെങ്കിലും രണ്ടെണ്ണം കൊടുത്തേനെ. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയ്ക്ക് മോശമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും പാരൻസ് ഉള്ള ഫാമിലിയിൽ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ നടു റോഡിൽ ഇങ്ങനെ നടക്കില്ല. പക്ഷേ ഇവളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവളൊരു സെലിബ്രിറ്റി ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്ത് സെലിബ്രിറ്റി ആണെങ്കിലും എനിക്ക് ഈ നാറിയെ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും വളരെ മോശമായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്തിട്ട് റീൽസായിട്ട് ഇടുന്നതിനുള്ള തൊലിക്കെട്ടി എൻ്റെ പൊന്നോ. പിന്നെ ഈ വീഡിയോ കാണുന്നവരടുത്ത് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പെണ്ണിന് ആരെങ്കിലും ഒരു ലെഗിൻസോ 2 പാൻറ്റീസോ മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ റോഡിൽ വന്ന് നിൽക്കുന്നത് കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം, നിങ്ങൾ ഇതുപോലെ ഉള്ള ഓരോ അവലേഷണങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഞാനാണേലും പൊട്ടിക്കും, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതിന് ഞാൻ ഇനി എൻ്റെ ജന്മം മൊത്തം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും പൊട്ടിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.